വെല്ലിയാമ നോക്കിയേ വെള്ളത്തിലോട്ട് ഫുള്ള് ചെളിയാണ്. ഇതിനകത്തുള്ള മണ്ണും ചെളിയും എല്ലാം കൂടെ ശരിക്കും കഴുകി എടുക്കണ്ട. കഴിയണണ്ട കേട്ട പലതരം ചങ്ങുകളെല്ലാം കൂടി കിടക്കണണ്ട. ഓല ചക്ക് നീളൻ ചക്ക് എല്ലാം കൊണ്ട് ഇട്ട് ഹലോ ചാമ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളെത്തിയിട്ട് ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞ് നമ്മളത് ശംഖുപണിക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് പലരും വന്ന് ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് ശംഖൊക്കെ ചോദിക്കും. ശംഖൊക്കെ ചോദിക്കാൻ നിൽക്കണൊക്കെ മുന്നേ എന്തൊക്കെയാണ് ശംഖ് കിട്ടുക എന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചാൽ. ഇവിടെ ശംഖ് എന്ന് പറയും പ്രാവുമോട്ടല്ലേ, പ്രാവുമോട്ടല്ലേ ഏട്ടാ. ഇവിടെ പറഞ്ഞ ശംഖിനെന്തോ പറഞ്ഞാൽ വേറെ പേര് പ്രാവുമോട്ട. അപ്പോൾ സാധിച്ചാൽ നമുക്ക് റെഡി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തില്ലേ, അതെ ഇതാണ് നമ്മുടെ ബോട്ട്. കണ്ട ഇത്രയും വലിയ ബോട്ടിലാണ് നമ്മൾ ശംഖുപണിക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ വലയും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ബോട്ടിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളത് ബോട്ടിലോട്ട് കയറി പോവാണ്. ചേട്ടൻ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നാ ചാറ്റോ. ആ അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറി ചേട്ടൻ്റെ ടാറ്റ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ ശംഖ് എടുക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെ പലരും കുറേ പേര് നമ്മുടെ ചാനലിൽ ഇപ്പം നിരവധി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ബോട്ടിൽ മീൻ പിടുത്തോളം കൂടുതലും കാണിക്കണം. പക്ഷേ കൊല്ലക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത കൊല്ലം നീണ്ടകര ശക്തികുളങ്ങര ആ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നടക്കണ പണിയാണ് ഈ ഒരു ശംഖ് എടുക്കൽ. അതിനെ പ്രാവുമൊട്ട എന്നാണ് പറയുന്നത് ഈ ശംഖിന. അപ്പോൾ ഈ ശംഖ് എടുക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരം സമയത്താണ് ഇവർ കടലിൽ പോയി ആ വലയിട്ട് മീൻ പിടിച്ചത് എടുക്കണത്. മീൻ പിടിച്ചതല്ല, വലയിട്ട് ശംഖ് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ മീനും കിട്ടും. കടലിൻ്റെ അടിത്തട്ടിലാണ് ഈ ശംഖ് നിൽക്കണം. അപ്പോൾ അടിത്തട്ടിനോട് ചേർന്ന് നിൽക്കണം മീനുകളും മെയിനായിട്ട് ശംഖും എക്സ്പോർട്ടിങ് പോണ സാധനമാണ്. അപ്പോൾ അത് ഒരു അടിപൊളി കാഴ്ച. വലയൊക്കെ സെറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോകണം. വലയിട്ടും ബാക്കി കാഴ്ചയും കാര്യങ്ങളാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ, കൂടെ കൂടിക്കോ, കമൻറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഒരു അടിപൊളി ശംഖ് എടുക്കുന്ന വീഡിയോ ഇട്ട് എല്ലാ കൂട്ടാർക്കും സ്വാഗതം. അങ്ങനെ ശംഖ് വേട്ടയ്ക്ക് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പ്രാവും മുട്ടയെന്നും അതുപോലെ പുറത്തോട്ടൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു സംഭവമാണ് ഈ ശംഖട്ട. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നീണ്ടകര ഹാർബറിൽ നിന്ന് യാത്ര തുടങ്ങി. നീണ്ടകര ശക്തികുളങ്ങര ഹാർബറാണ് ഈ കാണുന്നത്. അവിടെ അഴി ഇറങ്ങി നമ്മൾ പോവേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ ഒരു കാഴ്ചയാണ്. വല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഓട്ടത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ ചെറിയൊരു ആയപ്പുണ്ട്. ആയപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു കടലും കാര്യങ്ങളും അഴിയിലുണ്ടാവും. അത് ആ ഒരു കടൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വള്ളത്തെ ആ ചെറിയൊരു കടലിൽ ചാടിയ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇതൊന്നുമല്ല, ഇനി കടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും 4 ഇരട്ടി ആയിക്കോട്ടെ കടൽ വരാൻ പോണത്. ഓ ബോട്ട് നല്ല സ്പീഡിൽ ഓടുന്ന സമയത്താണ് ഈ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ചില സമയത്ത് പോലെ ആട്ടവും കടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടൂല. വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കണേ കേട്ടാ. ഈ ഒരു വലക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിറ്റൊക്കെ ഇട്ട് കടലിൻ്റെ അടിത്തട്ടിന്നാണ് വല വലിച്ചു വരുന്നത്. ഈ ശംഖ് എപ്പോഴും കടലിൻ്റെ മണ്ണിനോട് ചേർന്നിരിക്കണോണ്ട് തന്നെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് വലിച്ചു വരുന്ന ഒരു രീതിയാണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു പ്രാവുമൊട്ട എന്ന് പറഞ്ഞ ശംഖ് മാത്രമല്ല, കടലിലെ പലതരം ശംഖുകളുണ്ടാവും. എന്തൊക്കെ ശംഖാണ് കിട്ടുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാത്തരം ശംഖുകളും ഈ ഒരു വലയിൽ കയറും. അതുപോലെ തന്നെ ഈ വല അധികം വലിയ വലയൊന്നുമല്ല, വലിയ നീട്ടുള്ള മീൻ വല കാര്യങ്ങളൊക്കെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ അതും പിന്നെ അരമണിക്കൂർ കൂടുമ്പോൾ ഈ വല പിടിക്കും. ഒരു ദിവസം 10-12 വലയൊക്കെ ഇവർ ഇട്ടിട്ട് പിടിക്കോട്ടെ. അതും അരമണിക്കൂർ വലിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വല ആകെ
പൊട്ടിപ്പൊളിഞ്ഞു പോകും. കാരണം ഈ കയറണം എന്ന് പറഞ്ഞാൽ ശംഖാണ്, നല്ല വെയിറ്റിൽ ശംഖ് കയറും, കൂടെ ചെളിയും കയറും. അത് ചെയിനും കാര്യങ്ങളും ഈ ഇരുമ്പിനെ ചങ്ങലയൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയിൻ കടലിനടിയിൽ വല ശരിക്കും നിന്നിട്ട് വയ്ക്കാൻ വേണ്ടിയാണ് ഈയും വെയിറ്റും. അഥവാ വെയിറ്റും ഈ ചെയിനൊക്കെ കൂടുതൽ ഈ വലയും ഇടണം. വല ശരിക്കും മേലോട്ട് വരരുത്, നന്നായിട്ട് അടിയിൽ പതിഞ്ഞ് കിടന്ന് വന്നം. അപ്പം അതിന് വേണ്ടിയാണ് ഇത്രയും വെയിറ്റും കാര്യങ്ങളും മിസൈലും കാര്യങ്ങളും കൊടുക്കണം. മിസൈൽ എന്ന് പറഞ്ഞാൽ അതിന് ഇരുമ്പ് കട്ടിനെ പറഞ്ഞ പേരാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുക്കണം. അപ്പോൾ ഇവിടെ നിറച്ച് ബോട്ടുകൾ കണ്ട, ഇതെല്ലാ ബോട്ടുകളും ശംഖുപണിക്കായിട്ട് വന്നേക്കാണ് ഇവിടെ. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ശംഖുപണി നടക്കണേട്ടാ. ഏകദേശം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി വല ഇടുമ്പോൾ ബാക്കിയുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തരാട്ടാ. അമരത്തിലെല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇനി കോടൻ്റെ ലാസ്റ്റ് പണിയാണ്. അത് നല്ലതുപോലെ നല്ല ടൈറ്റിൽ കെട്ടേണ്ടാ. ഇതും കൂടി കെട്ടിക്കഴിഞ്ഞ് ഇനി വല അങ്ങാട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. പിന്നെ നമ്മുടെ കോടൻ്റെ ഒക്കെ കെട്ടുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു കാര്യം, ഈ ഒരു കോടൻ്റെ പൊട്ടിക്കുമ്പോൾ ഒരു തക്കുടുമുണ്ട വലിയൊരു കടലാമന നമുക്ക് കിട്ടി. കടലാമന കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. നല്ല വലിയ കടലാമന ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ വല ഇടുമ്പോൾ ആ വല പൊട്ടിച്ച് വീഴുന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് വീണിട്ട് അങ്ങാട് ഓടുന്ന ഒരു ഓട്ടമുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊരു അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ നമ്മുടെ അമരത്തെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് സ്രാങ്കിൻ്റെ അടുത്തോട്ട് പോകാട്ടോ. അപ്പോൾ അണിയത്തോട്ട് പോവുകയാണ്. അമരം കഴിഞ്ഞാൽ പിന്നെ അണിയോണത്. ഇവിടെ സ്രാങ്ക് ബോട്ട് ഓടിക്കുകയാണ്. സ്രാങ്കിനാണ് ബോട്ടിലെ പൂർണ്ണ അധികാരം, ക്യാപ്റ്റൻ എന്നും പറയാം സ്രാങ്കിനേട്ടാ. അങ്ങനെ ഇന്നിപ്പോൾ കാറ്റും മഴയൊക്കെ ഇന്നലെ കുറച്ച് ഉണ്ടായതുകൊണ്ട് ചെറിയൊരു കടലിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പഴയ പോലെ ഓക്കെ ആയി, കടലിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വലയും കാര്യങ്ങളും ഇടുവട്ടാ. അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ ഇട്ടത് വയർ റോപ്പൊക്കെ ഇറക്കി വിടണ്ട. കുറച്ച് മാത്രം വിടുള്ളൂ വയർ റോപ്പ്, കുറേയൊന്നും അങ്ങനെ വിടൂല. നമ്മൾ അധികം ദൂരമൊന്നും വന്നിട്ടില്ല കേട്ടതേ. അങ്ങ് നോക്കിയാൽ കര കാണാൻ പറ്റും, ആ വെട്ടം കാണുന്നത് കരയാണ് കേട്ടോ. പിന്നെ അമരമൊക്കെ നന്നായിട്ട് കഴുകിയിടുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വലയും കാര്യങ്ങളും പിടിച്ച് കയറ്റും. അപ്പോൾ ശംഖ് വീണ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ വല കയറേണ്ട, ആദ്യത്തെ വല കയറുന്ന കാഴ്ചയാണ്. വല അങ്ങനെ എടുക്കണോണ്ട് വേണ്ട, രണ്ട് സൈഡും വല പിടിച്ച് കയറി റോപ്പ് കൈക്ക് പിടിച്ചില്ല. അത്രയും നല്ല ടൈറ്റ് ആയിരിക്കണ്ട. ശംഖായതുകൊണ്ട് നല്ല ടൈറ്റ് ആയിരിക്കുള്ളൂ. അതെ പിടിച്ച് കയറ്റാണ്. ഇങ്ങനെ ആവശ്യത്തിൽ വല പിടിച്ച് കയറ്റേണ്ട. ഏകദേശം നമ്മുടെ വല കയറിയിട്ടുണ്ട്. വാലിന് ശംഖും കാര്യങ്ങൾ കഴുകാൻ വേണ്ടി പോകണമെന്നുണ്ടോ, കപ്പി ഇറക്കി കൊടുത്തിട്ടുണ്ട്. നേരെ പൊട്ടിച്ചിട്ടൊന്നുണ്ടാറ് കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. കപ്പി കൊടുത്തിട്ടില്ല. നല്ല ആട്ടോണ്ട ബോട്ട്. ശംഖ് എന്ന് പറഞ്ഞാല് പ്രാവുമുട്ട എന്ന് പറയും. കുഞ്ഞു ശംഖാണ്ട, വലിയ മറ്റേ അമ്പലത്തിൽ കുതിർന്ന വലിയ ശംഖല്ല. എങ്കിൽ ചിലപ്പോ അതും ഉണ്ടാവും. കേറി വരാണ്. കടലിന്റെ അടിത്തട്ടിലുള്ള എല്ലാരും കൂടി പിടിച്ചിട്ട് വരാണ് കേട്ടാ. രണ്ട് കുളത്തിട്ട് വലിക്കാണ് കേട്ടാ. അതേ വീട് ശംഖ് വീണടാ, ശംഖ് വീണടാ. ഓ കടലാമ കടലാമ വലിയൊരു ആമേനട്ടാ. എന്റെ പൊന്നെ വലിയ ആമ നോക്കിയേ. വലിയ വലിയ കടലാമനെ കൊറേ നാളായി നമ്മുടെ വീഡിയോയിൽ കാണുന്നതാ.
കടലാമല കൊറേ നമ്മളെ വീഡിയോയിൽ കാണുന്നത് കടലിൽ നോക്കിയത് ഓടണേ വീഡിയോയിൽ കടലാമല കാണിച്ചിട്ട് കൊറേ നാളായി. കടലാമല കാണാതെ കൂട്ടണ്ടോ? നമുക്ക് കടലാമലേ നേരെ കളയണ്ട. അവരെടുത്ത് വെള്ളത്തിലോട്ട് വിട്ട് കേട്ടാ. ആ വെള്ളത്തിലോട്ട് പോയി. ഇതാണ് ശംഖും ചെമ്മീനും. ഇത് മെയിനായിട്ട് മീനുണ്ട് കേട്ടാ. ഇത് ഈ ശംഖാണ് നമ്മൾ എടുക്കണത്. ആ ശംഖ് ഇവിടെ കേടാ. ഈ ഒരു ശംഖാണ് ഇങ്ങനെ അടിച്ച് കണ്ടില്ല ഇതേ ഈ ഒരു ശംഖാണ് നമ്മൾ എടുക്കണേടാ. അതിനാണ് വില ഉള്ളത്. ബാക്കിയെല്ലാം നമ്മ കളയും. പിന്നെ ചെമ്മീനുണ്ട് കേട്ടാ. നമ്മള് അങ്ങനെ ആദ്യത്തെ വല കയറിയപ്പോ കുറച്ച് ചവറും പിന്നെ കുറച്ച് ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു പട്ടിക്കുട്ടി കിട്ടി. ഇതാണ് പട്ടിക്കുട്ടി ഇട്ട. ഈ ഒരു ഈലൊക്കെ നമുക്ക് സാധാരണ വലയൊക്കെ കിട്ടുമ്പോൾ 2 മണിക്കൂറൊക്കെ വല വലിച്ച് കയറുമ്പോൾ അവന്മാർ അത്രയും ഉഷാറാവൂല. പക്ഷെ ഈ ഒരു സമയത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കണ ഒരു കാഴ്ച ഉണ്ട്. ഇത് കണ്ടി നോക്കിയേ, പേട്ട വെടച്ച് കളിക്കാണ്ട് ഇവന്മാര്. ഇത് നല്ല കടി കടിക്കും. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ഇവന്മാർ നമ്മുടെ കാലുമ്പോൾ തന്നെ കയറി കടിക്കോട്ടാ. അങ്ങനെ ആദ്യത്തെ വലയൊക്കെ കിട്ടിയ ശംഖൊക്കെ ഇവിടെ എല്ലാവരും പിറക്കി വേർതിരിച്ചെടുക്കുന്ന കാര്യമാണ്. ആ ശംഖിൽ തന്നെ കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടാവും, കഴുന്തൻ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ ചെമ്മീനും ശംഖൊക്കെ ഇട്ട് ഇവിടെ തിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രാവ് മുട്ട അഥവാ അല്ലെങ്കിൽ നമ്മുടെ ശംഖ്. ഈ ഒരു ശംഖിനാണ് ഡിമാൻഡ് ആട്ടെ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചി പുറത്തോട്ടൊക്കെ ഭയങ്കര അധികം എക്സ്പോർട്ടിങ് പോണ ഒരു സംഭവമാണ് ഈ ഒരു ഇറച്ചി കിട്ടാ. ഇതിനിതേ ഇവിടെ ബോക്സിലാക്കണേ കണ്ടാ. അപ്പം ഈ ഒരു ശംഖ് നമ്മുടെ കൊല്ലത്ത് മാത്രം എടുക്കുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ശംഖ് ഞാൻ അമ്പലത്തിലൊക്കെ ഊതണ ശംഖിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ തൂത്തുക്കുടിയിലൊക്കെ പോയിട്ടേക്കണത്. അപ്പോൾ ഈ ഒരു ശംഖ് നമ്മുടെ കൊല്ലത്താണ് കൂടുതലും. ഇതാണ് ചെമ്മീൻ നമുക്ക് കിട്ടിയത്. ആദ്യത്തെ വലയൊക്കെ കിട്ടിയ ചെമ്മീനാണ് ഈ കാണുന്നത്. അതുപോലെ ചെമ്മീൻ മാത്രമല്ല നമുക്ക് കുറച്ച് മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ട് മാന്തൽ ഞണ്ട്, അതായത് കടലിൻ്റെ അടിത്തട്ടോട് നിൽക്കുന്ന മീനുകളും കൂടുതലും ഈ ഒരു വലയിൽ കിട്ടണ കേട്ടാ. കടലിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു വലയിലുണ്ട്. ഞണ്ടും ഞവുണിയും ശംഖും കടൽ ചെല്ലിയും നമ്മളെ എല്ലാവരും. പിന്നെ നിങ്ങൾ കരയിൽ കളയണം വേസ്റ്റുകൾ കണ്ട പ്ലാസ്റ്റിക് കിറ്റുകൾ കവറുകൾ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കളയണമായിരിക്കും. അത് ചിലപ്പോൾ കാണ വഴി തോടെത്തും, തോട്ടിൽ നിന്ന് നേരെ പുഴയെത്തും, പുഴയിൽ നിന്ന് നേരെ കായലിൽ നിന്ന് നേരെ കടലിലെത്തും. അത്രേ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നക്ഷത്ര മീൻ, അങ്ങനെ സ്റ്റാർ ഫിഷ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് എല്ലാവരും ഈ ഒരു വലയിലുണ്ടാവട്ടെ. ശരിക്കും പറയണ കടലിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ ജീവിജാലങ്ങളും കുഞ്ഞു ജീവിജാലങ്ങളാണ് കൂടുതൽ ഇതിനകത്ത് വന്നേട്ടാ. ഞവണിക്കും ശംഖൊക്കെ കണ്ട പലതരം ശംഖുകളുണ്ടാവും. നമുക്ക് വേണ്ട ശംഖ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ നേരെ കടലിലോട്ട് തന്നെ കളയോട്ടാ. നമുക്ക് വേണ്ട ശംഖ് എന്ന് പറയുന്നത് ഈ ഒരു ശംഖ് മാത്രമാണ് നമുക്ക് ആവശ്യമാട്ടാ. അപ്പോൾ ഈ ഒരു ശംഖിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അമ്പലത്തിൽ ഊതണ ശംഖൊക്കെ കിട്ടുമട്ടെ. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ കുറവാണ്. ചില ഗ്രൗണ്ടിൽ കൂടുതലായിട്ട് ആ ശംഖ് കിട്ടുന്നത്. ഇതിൻ്റെ വലിയ ശംഖ് അമ്പലത്തിൽ ഊതാനും പിന്നെ നമ്മൾ തീർത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ എടുക്കും. പല കാര്യങ്ങൾക്ക് എടുക്കാറുണ്ട്. പിന്നെ ഷെൽഫിലൊക്കെ വെക്കാൻ വേണ്ടി ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടി എടുക്കാറുണ്ട് കേട്ടോ ഈ ആ ഒരു ശംഖ്, ആ വെള്ള കളറിലെ ശംഖ്. പിന്നെ ഇത് കുറച്ച് ഞണ്ടും കൂടി നമുക്ക് ഈ ഒരു വലയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് കുരിശണ്ടുണ്ട്, പിന്നെ കവാലിയണ്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് ഞണ്ടൊക്കെയാണ് ഉള്ളത്. ബാക്കി ശംഖും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് വേസ്റ്റായിട്ട് മാറ്റിയിടാൻ കേട്ടോ. അത് അവസാനം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് അങ്ങോട്ട് നേരെ കടലിലോട്ട് തന്നെ കളയും. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കുള്ളൂ, ബാക്കിയെല്ലാം നേരെ കടലിലേക്ക് തന്നെ ഇടും കേട്ടോ. ബോട്ട് വലിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറയെ ശംഖും കല്ലും അതുപോലെ ഞൗണിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ശംഖിൻ്റെ കൂടെ ചെളിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ചെളിയൊക്കെ കളയാൻ വേണ്ടി കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് കിടക്കേണ്ട. വലിച്ച് കുറേ കഴിയുമ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വല പയ്യെ നമ്മൾ പൊക്കിയെടുക്കും കേട്ടോ. 2 ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈവല പിടിച്ച് കയറ്റാൻ വേണ്ടി മാത്രമാണ്.
ഇത് കൈക്ക് പിടിച്ച് കയറി അത്ര നല്ല ലോഡായിരിക്കും. അപ്പൊ അതുകൊണ്ട് ലോഡാകുമ്പോൾ അത് കൊടുത്തിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്തേക്ക് രണ്ടും കൊടുത്തു. പിന്നെ വല പിടിച്ച് കയറുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ അതിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. വല ഇപ്പൊ കയറാൻ വേണ്ടി പോവേണ്ട. നല്ല ലോഡാണ്. പിടിച്ച് കയറ്റുമ്പോ കണ്ട റിട്ടേൺ പോണണ്ടാ, ടൈറ്റാണ്ടാ റിട്ടേൺ പോണണ്ടാ. നല്ല ലോഡാണ് വല. ചെറിയൊരു കട്ടയും കൂടി കടലിൽ ഇപ്പൊ കണ്ട ചെറുതായിട്ട് കടലായി കിടക്കാണ് ഇപ്പൊ. നന്നായിട്ട് കഷ്ടപ്പെട്ട് വലിക്കണുണ്ട് വല. വലിക്കണ പോലെ വല ഇറങ്ങി പോവാനും ചാൻസ് ഉണ്ട്. വലിപ്പ് ഇത്രയും കയറി കണ്ട പയ്യാണ് കയറണത് കേട്ടാ. എല്ലാരും കൊണ്ട് വല ആവശ്യത്തിൽ പിടിച്ചു തരണ ലോഡാണ് വല. മാന്തല് ഈ പണിയെടുക്കുമ്പോ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം മാന്തലാണ് കേട്ടാ. ഇത് മണ്ണിലോട് ഇങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ടാവും. മാന്തല വൃത്തിയതാണ്. അതുകൊണ്ട് മാന്തല് വലയിൽ കൂടുതലുണ്ടാവും. മട കയറി മടയും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ വല വേഗം കയറുട്ടാ. വേണ്ടി പോവുകയാണ് കണ്ടാ. സ്റ്റിങ്ങൊക്കെയാണ്. ചെറുക്ക് എടുക്കുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാട്ടാ. എത്രത്തോളം ശങ്ക ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ടൈറ്റ് പിടിച്ച് തരണടാ. പേയ്മെന്റ് ടൈറ്റ് പിടിച്ച് തരണ സ്റ്റിങ്ങൊക്കെയാണ്. നിറച്ച് ചെളി ഉണ്ടാവും. ആ ചെളി കണ്ട കലങ്ങി പോകണുണ്ടോ അവിടെ. നല്ല ചെളി ഇങ്ങനെ കലങ്ങിയാണ്. കയറി വരെയാണ് മാന്തൽ मांदल इसके नाम मांदल है। हिंदी में क्या बोलता है? दूसरा मच्छी हिंदी में मच्छी का नाम हम लोग को पता नहीं है. അതേ രണ്ടാമത്തെ കപ്പി കൊടുക്കാൻ വേണ്ടി പോവാണ്. കിളക്കി എടുക്കണം. അപ്പൊ ഇട്ടുന്ന പൊക്കിയും ഇട്ടും പൊക്കി എടുക്കുമ്പോ ശങ്കെല്ലാം താഴത്തോട്ട് ഇരുന്നോളും. അപ്പൊ അതിനുവേണ്ടി ചെയ്യണ്ട. ചെളി കൂടുതലുള്ളതുകൊണ്ട് കണ്ട കഴുകാണ്. ചെളി കൂടുതലുണ്ട്. ചെളി നന്നായിട്ടുള്ളപ്പോ ഇതുപോലെ കഴുകി എടുക്കോട്ടെ. കണ്ട കഴുകണ്ട. ചെളിയാലോണ്ട് ശരിക്കും കഴുകാട്ടാ. കഴുകിയെടുക്കണം. നിറച്ച് ചെളിയായി. ചെളിയാണ്ട പോണടാ. ഇതൊക്കെ ഫുള്ള് ചെളിയാണ്. ഇതിനകത്തുള്ള മണ്ണും ചെളിയും എല്ലാം കൂടെ ശരിക്കും കഴുകിയെടുക്കണ്ട. നമ്മളെ ചരക്ക് കയറി വരുന്ന നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിടുമ്പോൾ എന്തൊക്കെ മീനും കുറവായിരിക്കുള്ളൂ. കൂടുതലും ശംഖും ഇതൊക്കെ ആയിരിക്കും കൂടുതൽ. ഞണ്ടുണ്ടാവും. നമുക്ക് നോക്കാം പൊട്ടിച്ചിടുമ്പോ ഏട്ടാ. കയറി വരെയാണ്. കൂടുതലുണ്ട് നേരത്തെക്കാളും. എല്ലാ കഴിഞ്ഞ വര വെച്ച് നോക്കുമ്പോൾ ഇതിലൂടെ ചരക്ക് കൂടുതലുണ്ടാ. ശംഖും ഞണ്ടൊക്കെ കൂടി ഉണ്ട്. പൊട്ടിക്കാൻ വേണ്ടി പോവേണ്ട. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് പൊട്ടി പൊട്ടി ചെമ്മീനും
ചണ്ട ഓടിക്കോളോളൊക്കെ ശരി നന്നായിട്ട് കഴിക്കാനാണ് ശങ്ക കേട്ടോ പലതരം ശങ്കുകളെല്ലാം കൂടി കിടക്കണണ്ട കോല ശങ്ക് നീളൻ ശങ്ക് എല്ലാം കൊണ്ട് ഉണ്ട ശങ്കും ഒക്കെ ഉണ്ട് ശരിയാണ് അത് നല്ലപോലെ കഴുകി എല്ലാ തരം ശംഖുകളാണ് കാണാം പലതരം ശംഖുകളെല്ലാം കൂടെ ഉണ്ട് കിരിക്കി കഴുകണ്ട ഇത് വെള്ള ശംഖി ഇത് കാണുന്ന ശംഖി രണ്ട് തരം ശംഖാണ് കാണിച്ചേട്ടാ രണ്ട് ഐറ്റം ടോട്ടൽ അടിച്ച കയ്യിൽ അത് റേറ്റ് കുറവാ അത് റേറ്റ് ജാസ്തി ഇത് റേറ്റ് കൂടുതലാണ് അത് റേറ്റ് ജാസ്തി അത് റേറ്റ് കുറവാ റേറ്റ് കുറവ് രണ്ട് തരം രണ്ട് ശംഖുകളാണ് ഉള്ളത് കേട്ടാ അത് റേറ്റ് ജാസ്തി അത് റേറ്റ് കുറവാ ഇത് റേറ്റ് കുറവ് അത് റേറ്റ് കൂടുതൽ ശംഖ് ഇങ്ങനെ എല്ലാം കൂടെ എടുക്കടാ അത് അതിന് തിരിഞ്ഞ് മാറ്റും തിരിഞ്ഞെടുക്കാണ്ട കയ്യും പൊട്ടും ശംഖി മാത്രം മാറ്റി ബാക്കി എല്ലാം കളാം ഈ വലയിൽ ഇപ്പൊ കുറച്ച് വേണ്ട പിറക്കിയിട്ടുണ്ട് ശംഖ് ഈ വലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശങ്കാട്ടി കാണാം രണ്ടിനം ശങ്കാണുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ശംഖ് പണിക്ക് പോയിട്ട് ഇപ്പൊ ബോട്ട് ഹാർബറിലെത്തി കാരണം പണിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ രീതിയിൽ ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമുക്ക് കൂടുതലും വലയൊന്നും വലിച്ചില്ല ശംഖ് വളരെ കുറവാണ് കിട്ടിയത് അപ്പോൾ കിട്ടിയ മീനും ബാക്കിയുള്ള ശംഖും കൊണ്ട് നമ്മൾ ശക്തികുളങ്ങര ഹാർബറിലെത്തി ഇനിയിപ്പോൾ ഇവിടെ ചരക്കും കാര്യങ്ങളും കൊടുക്കും അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന മീനൊക്കെ തിരിയാണ് തിരിഞ്ഞ ഐസും കാര്യങ്ങളും മാറ്റി മീനിൻ്റെ വലിപ്പം മാറ്റി ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ച് കണ്ട തിരിഞ്ഞ് മാറ്റാൻ കേട്ടോ അപ്പൊ കിട്ടിയ ഇതാണ് ശംഖാണ് ഈ കാണേണ്ട രണ്ട് ബോക്സ് കണ്ടാ രണ്ട് ബോക്സാണ് ആകെ കിട്ടിയത് കേട്ടാ നമുക്ക് നേരെ ഇവിടെ ബോട്ടുകൾ ഹാർബറിൽ മീൻ കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കണ്ട കാരച്ചെമ്മീൻ കണ്ട ഇതാണ് കാരച്ചെമ്മീൻ കാരയും നാരനും കൂടി ഒരുമിച്ചിട്ടേക്കുന്നത് കേട്ടാ ബാക്കിയുള്ള ചെമ്മീൻ വേർതിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ശക്തികുളങ്ങര ഹാർബറിൽ വന്നേക്കണം അപ്പോൾ ഈ ശംഖ് കൊടുക്കണത് തൂക്കത്തിനായിട്ട് ഇവിടെ മാന്തലും ബാക്കിയുള്ള മീനുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ലേലംവിളിയും കാര്യങ്ങളും കാണിച്ചു തരാം പിന്നെ ഇവിടെ തൂക്കത്തിന് കൊടുക്കണം മാത്രമല്ലാണ്ട് ഈ ലേലംവിളി കൂട്ടിയിട്ടുള്ള ലേലംവിളി ഒന്നുമില്ല കിലോത്തിനായിരിക്കും ലേലംവിളിയും കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞുറപ്പിച്ച റേറ്റിലാണ് ഇവിടെ ശംഖ് ഇവിടെ നേരെ വന്നിട്ട് കൊട്ടയിൽ നടത്തിയത് ഇവിടെ തൂക്കി വെയിറ്റും കാര്യങ്ങളും നോക്കി കൊടുക്കണം 1 കിലോയ്ക്ക് വെച്ചാണ് ഇവിടെ റേറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മീനും കണവ കൂന്തൽ അങ്ങനെയുള്ള ലേലംവിളിയൊക്കെ അപ്പുറം നടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ നേരെ കണ്ട തൂക്കി നോക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റുന്നില്ല ചാക്കിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കൂട്ടിയിട്ടാണ് ശംഖ് ഇത് പിന്നെ ഐസൊന്നും ചെയ്യൂല കാരണം ഇത് ജീവനോടെ തന്നെ എത്തിക്കണം അവിടെ അപ്പോൾ അതുകൊണ്ട് വേറെ ഐസും കാര്യങ്ങളൊന്നും ചെയ്യൂല കേട്ടോ ഐസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ശംഖ് പരിപാടി കഴിഞ്ഞു അല്ലാണ്ടാണെങ്കിൽ ഇത് കുറേ നേരം നിൽക്കും അതായത് ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കുമെന്ന് തോന്നണം കേട്ടോ എനിക്ക് കൂടുതൽ എനിക്കറിയില്ല അറിയണ കൂട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം 1-2 മാക്സിമം എനിക്കറിയാം അതിനപ്പുറത്തോടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ തൂക്കിയിട്ട് കണ്ട അവിടെ മൂലക്കൊക്കെ ശംഖ് കൂട്ടിയിടുന്നുണ്ട്
ശക്തികുളങ്ങര ഹാർബറിൽ ലേലം വിളിയാണ് ഇനി ഞാൻ നിങ്ങളോട്ട് കാണിക്കണത്. പിന്നെ ഇവിടെ ചെമ്മീൻ ലേലം വിളിക്കണ പോലെ തന്നെ ഇവിടെ കണവക്കൊക്കെ ലേലം വിളിക്കും. അപ്പോൾ അതിനകത്തുള്ള ഐസും കാര്യങ്ങളൊക്കെ മാറ്റണ ഒരു കാഴ്ച. കൊല്ലം ഹാർബർ നമ്മുടെ മോനമ്പ ഹാർബർ പോലെ അല്ല കേട്ടാ. മോനമ്പത്ത് ഹാർബറിൽ പെണ്ണുങ്ങളൊക്കെ കുറവായിരിക്കും കച്ചവടത്തിന് വന്നത്. പക്ഷെ ഇവിടെ കൂടുതലും പെണ്ണുങ്ങളെ അമ്മമാരൊക്കെ കൂടുതലായിട്ട് ഈ ഒരു ഹാർബറിൽ. നമ്മുടെ ഹാർബറിൽ എല്ലാവരും ആണുങ്ങളാണ് കൂടുതൽ. പെൺപിള്ളേരും അമ്മമാരാ ചേച്ചിമാരൊക്കെ അങ്ങനെ മീൻ വിൽക്കാനും കച്ചവടത്തിനൊക്കെ ആയിട്ടൊക്കെ വരവ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ഭാഗത്ത് വലിയ കണവ പെട്ടിക്കണവ പേക്കണവ അങ്ങനെ പല പേരിലൊക്കെ പറയപ്പെടും. അപ്പോൾ ആ കണവ ഇവിടെ കൂട്ടിയിടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ മഷിയാണ് ആ കളണ കറുത്ത നിറം കേട്ടോ. ഈ ഒരു ഭാഗത്ത് കണവക്കുട്ടന്മാരെ ഇട്ടേക്കണത്. അപ്പോൾ ഈ കണവക്കുട്ടന്മാരാണ് കടലിലെ ഏറ്റവും കൂടുതൽ മഷി അഥവാ ഇമാർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കറുത്ത കളറുള്ള മഷി തുപ്പണത്. അതിൽ മെയിനായിട്ട് തുപ്പണത് കണവ, കൂന്തൽ. ഇനി ഒരു കുട്ടന്മാരുണ്ട്, അവന്മാരാണ് മെയിൻ ഇതിൻ്റെ മഷി തുപ്പണതിൻ്റെ മെയിൻ ആൾക്കാർ. ആരാണെന്ന് മനസ്സിലായ കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. ഇല്ലെങ്കിൽ അവന്മാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പറഞ്ഞ ടീമൊക്കെയാണ് മെയിനായിട്ട് മഷി തുപ്പി രക്ഷപ്പെടുന്നത്. കാരണം ശത്രുക്കളൊക്കെ വരുമ്പോൾ ഇവരങ്ങളുടെ മഷി അങ്ങോട്ട് കണ്ണിലോട്ടൊക്കെ അങ്ങോട്ട് തുപ്പിക്കളയും. ഈ ഒരു മുതൽ ഇവനാണ് നീരാളിക്കുട്ടന്മാർ. ഇവന്മാരുടെ തുപ്പെന്ന് പറഞ്ഞാൽ ഒരു മയം ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനെ തുപ്പി ആകെ ഇതായിക്കളയും. അതുകൊണ്ട് ഇവന്മാരും കണ്ട ആ മഷിക്കുള്ളി ഇതൊക്കെ കിടക്കണത്. പിന്നെ തുപ്പണതാണ് ഈ ഒരു മുതൽ കൂന്തൽ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു മഷിയൊക്കെ തുപ്പണേട്ടാ. ഇവന്മാരെല്ലാത്തിനും ഇന്നത് നന്നായിട്ട് ബോട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിയിട്ടേക്കാണ്. ഇപ്പം നമ്മുടെ കടലിലൊക്കെ കുറവാണ്, പണി വളരെ മോശമാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിന് നല്ല രീതിയിൽ കണവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് കണവ, നീരാളി, കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നീ കണവയും മീനൊക്കെ എങ്ങനെയാണ് ഹാർബറിൽ എത്തണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് നമ്മളെ ബോട്ടിൽ നേരെ കൊട്ടയിലോട്ടാക്കും മീനെല്ലാം സ്റ്റോർ റൂമിൽ നിന്ന്. അതിന്ന് അവിടെ നിന്ന് പിന്നെ ഒരു എയറാണ് നേരെ കരയിലോട്ട്. അപ്പോൾ എറിയണത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഞാൻ അതും കാണിച്ചു തരാം. അപ്പോൾ നേരെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഈ വെക്കണേക്കാൾ മുന്നേ ഒരു എയറുണ്ട്. ഓരോ സൈഡിലും ഓരോരുത്തരും നിന്നുകൊണ്ട് ഇങ്ങനെ എറിയോട്ടാ. ആ എറിഞ്ഞിട്ട് ഒരു ഈണത്തിലുള്ള എയറാണ് ഇതിങ്ങനെ കണ്ടത്. ഇതിങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു വിടും. ചിലപ്പോൾ ഒരാൾ അവിടെ ഇരിക്കും കണ്ടാ. അതിൻ്റെ എറിഞ്ഞിട്ട് നേരെ ഇവിടെ വരും. വീണ്ടും ആ പ്ലെൻഡറിലോട്ട് എടുത്ത് വെച്ച് നേരെ ഹാർബറിലോട്ട്. അപ്പം ഇങ്ങനെയാണ് മീനൊക്കെ ഇറക്കണത് കേട്ടാ. ഇവിടെ ചെമ്മീൻ ലേലം വിളിക്കാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് ഞാൻ കുറേ മീൻ ലേലം വിളിക്കണതും കണവ, വലിയ കണവ, കൂന്തൽ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ച്. അപ്പോൾ നമ്മൾ ശംഖ് പണിക്കായിട്ടാണ് വന്നത്. അല്ലെങ്കിൽ പ്രാവുമുട്ടൊക്കെ ആയിട്ട് വന്നിട്ട് വല വലിച്ചിട്ട് 2-3-4 വല വലിച്ചുള്ളൂ. പക്ഷേ വലുതായിട്ടുള്ള മീൻ ഇതാണ് ശംഖ് നമുക്ക് കിട്ടിയില്ല. ആകെ 2 ബോക്സ് ശംഖ് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ വല ഡീസൽ കുറേ കത്തിക്കണമെന്ന് പറഞ്ഞ് ബോട്ട് തിരിച്ച് കടവിൽ വന്ന് അല്ലെങ്കിൽ ഹാർബറിൽ ശക്തികുളങ്ങര ഹാർബറിൽ വന്ന് ഉള്ള ശംഖ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത്. ഇപ്പോൾ ഇവിടെ നടക്കണ നമ്മൾ ലേലം വിളി എന്ന് വെച്ചാൽ ഒരു വില നിശ്ചയിക്കും. 1 കിലോയ്ക്ക് ഇത്ര വില നിശ്ചയിച്ചിട്ട് ആ ഇതിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി തൂക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത്രയും മീനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കാര്യമായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൊരു ഇതുണ്ടായില്ല. പ്രത്യേകിച്ച് അത്രയും ശങ്കും കാര്യങ്ങളും കിട്ടില്ല. എന്നിരുന്നാൽ പോലും എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം ഞാൻ കാണിച്ചിട്ട് കടലിലെ പണിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൊണ്ടുവരാൻ വേണ്ടി 20 പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്കൊന്ന് ആളാണോ ഒന്ന് നോക്കിയേ. അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ഒരു 20-22 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. 2 മണിക്ക് ഞാൻ ഇവിടെ എത്തിയാണ്. ആളിപ്പോൾ 5 മണിയാകുമ്പോൾ കൃത്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി നല്ല അടിപൊളി കിട്ടുന്ന വീഡിയോ പുറകെ വരുമ്പോൾ എല്ലാവരോടും ടാറ്റാ.